ഒരു കുഞ്ഞു വിജയം പങ്കുവെക്കാനാണ്. വല്ലപ്പോഴുമാണ് പുരുഷന്മാർക്കും നമ്മൾ ആണുങ്ങൾക്കും ഒക്കെ വിജയം കിട്ടുന്നത്. അപ്പോ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഒരു ബ്രേക്കിംഗ് സ്റ്റോറിയായി ഒരു വാർത്ത പല മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട്. എന്റെ ഫോണിന്റെ ബൈറ്റ് ഒക്കെ എടുത്തു. അപ്പൊ നിങ്ങളുമായി കൂടെ പങ്കുവെക്കാന്ന് വിചാരിച്ചു. ഹണി റോസിന്റെ പരാതി, രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് പോലീസ്. രാഹുൽ ഈശ്വറിനെതിരായ പരാതി കേസെടുക്കാൻ വകുപ്പില്ല എന്ന് മറ്റ് പല മാധ്യമങ്ങളും. രാഹുൽ ഈശ്വറിനെ പ്രതി ചേർത്തിട്ടില്ല, രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് നമ്മുടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ പോലീസിന് നന്ദി പറയുന്നു. പോലീസിന് നിയമോപദേശമോ പ്രാഥമിക അന്വേഷണമോ ഒക്കെ നടത്തിയവരുടെ നന്ദി പറയുന്നു. രാഹുൽ ഈശ്വർ ഇന്നസെന്റ് ആണ്, ക്ലീൻ ചിറ്റ് തരുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. കാര്യം എങ്ങനെങ്കിലും കുറെ കാലം മോശക്കാരനായി ചിത്രീകരിക്കാൻ പലർക്കും താല്പര്യമുള്ളതുകൊണ്ട് അവരങ്ങനെ തന്നെ പോവുമായിരിക്കും. നമസ്കാരം. ആരെയും എതിർക്കുന്നതിന്റെ പേരിൽ കേസെടുത്ത് ജയിലടപ്പിക്കാം എന്നതിന് പിണറായി വിജയൻ കൂട്ടുണ്ട് എന്നുള്ള അഹങ്കാരത്തിൽ, അല്ലെങ്കിൽ എറണാകുളം ACP ജയകുമാർ കൂട്ടുണ്ട് എന്നുള്ള അഹങ്കാരത്തിൽ പരാതിയുമായി എത്തിയ ഹണി റോസിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഹണി റോസ് നടത്തുന്ന വസ്ത്രധാരണത്തെക്കുറിച്ചും മേക്കപ്പിനെക്കുറിച്ചും വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച, അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇതെല്ലാം കാരണമെന്ന് പറഞ്ഞ് ഈ രാഹുൽ ഈശ്വറിനെതിരെ കള്ളപ്പരാതി കൊടുത്ത നമ്മുടെ ഹണി റോസിന് വലിയ തിരിച്ചടി തന്നെ നൽകിക്കൊണ്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ CI ആ കേസ് എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഹണി റോസ് ബോച്ചയെ കൊടുക്കാൻ വേണ്ടി കൊടുത്ത പരാതി ഉന്നത സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നതാണ്. അതിൻ്റെ പ്രകാരമാണ് ഓട്ടിച്ച് പിടിച്ചത്. അത് വെച്ച് നാളെ ഇനി എല്ലാവരെയും ഇതുപോലെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹണി റോസ് വന്നാൽ ഞങ്ങൾക്ക് മനസ്സില്ല. മാത്രമല്ല, അത്തരം പരാതി വാങ്ങിയ അവസാനം ഞങ്ങൾ ജയിലിലാകാനും ഞങ്ങൾക്ക് തിരിച്ചടി നൽകാനും, ഞങ്ങൾ കള്ളക്കേസ് എടുത്താൽ ഞങ്ങൾക്കെതിരെ നാളെ ആ കേസ് കോഷ് ചെയ്ത് അവസാനം വാദിപ്രതിയാകുന്നതിൽ നഷ്ടപരിഹാരം കൊടുക്കാനും തയ്യാറല്ല എന്നാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ കൊടുത്ത നമ്മുടെ രാഹുൽ ഈശ്വർ കൊടുത്ത മുൻകൂർ ജാമ്യ ഹർജിയിൽ കൃത്യമായി സെൻട്രൽ പോലീസ് സ്റ്റേഷൻ മറുപടി പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ആ കേസ് എടുക്കാൻ തയ്യാറല്ല. കാരണം ആ കേസിലെ പരാതി നിലനിൽക്കുകയില്ല. അതിൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് കൃത്യമായി അത് അവരിങ്ങനെ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ അഭിപ്രായമാണ്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, അല്ലാതെ കേസ് എടുക്കാൻ അതിൽ യാതൊന്നും തന്നെയില്ല. രാഹുൽ ഈശ്വറിന് പൂർണ്ണമായി പിന്തുണ നൽകിക്കൊണ്ട് രാഹുൽ ഈശ്വർ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ആ നിയമത്തിനുള്ളിൽ സംസാരിക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ തയ്യാറില്ല എന്നാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ ബോച്ചയെ ജാമ്യത്തിലിറങ്ങി അദ്ദേഹം ഇറങ്ങിയ ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വലിയ വാദപ്രതിവാദ കോലാഹലങ്ങളുണ്ടായി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു. അദ്ദേഹം പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് അദ്ദേഹം നിശബ്ദനായി. ആദ്യം മാപ്പ് പറഞ്ഞു, അതിനുശേഷം നിശബ്ദനായി. ഇപ്പോഴിത് ജനം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ജനം ഏറ്റെടുത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹണി റോസ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ. അതിൽ ആയിരക്കണക്കിന് ആളുകൾ ഹണി റോസിനെ വസ്ത്രാക്ഷേപം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഇതുവരെ ജനങ്ങൾ പ്രതികരിച്ചിരുന്നില്ല. ജനങ്ങൾ ഇപ്പോൾ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് വസ്ത്രാക്ഷേപം നടത്തിക്കൊണ്ട്. അത്രയും ശക്തമായ ഭാഷയിലാണ് ഒരു കട ഉദ്ഘാടനത്തിൻ്റെ കാര്യത്തിൽ സ്വയം പോസ്റ്റിട്ട ഹണി റോസിന് കിട്ടിയ തിരിച്ചടി. എന്തായാലും നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, തീർച്ചയായും രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ ജനം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിൽ സുരേഷ് C കണ്ണൂർ അവരുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ഒരു മനുഷ്യനെ കൊടും കുറ്റവാളിയെ പോലെ ജയിലിൽ അടച്ചത് അനീതിയാണ്. നിങ്ങളെ എനിക്ക് ഇഷ്ടമായിരുന്നു, ഇപ്പോൾ വെറുപ്പാണ് എന്ന് പറയുന്നത് അവർ തന്നെ വീഡിയോ ചെയ്ത ഒരു വീഡിയോയിലാണ്, പോസ്റ്റ് ഇട്ട വീഡിയോയിലാണെങ്കിൽ വേറൊരു വീഡിയോ അതിൽ കമൻ്റ് ഉണ്ട്. നീ ഒരുത്തി കാരണം കേരളത്തിൽ എന്തുമാത്രം അപമാനമുണ്ടായി എന്നറിയാമോ? നിർത്തിക്കൂടെ ഈ അപമാനവും സഹിച്ചുള്ള കോപ്പിലെ ഉദ്ഘാടനം. ഇവൾ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കടയിലും കഴിയുന്നതും ആരും കയറരുത്. അപ്പോൾ അവന്മാർ ഇവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ബോച്ചയുടെ ആരുടെയോ പ്രതികാരമാണ്. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ബോച്ചയോടുള്ള പ്രതികാരം കാരണമായിരിക്കാം കടക്കാർ വിളിച്ചത് എന്നാണ് പറയുന്നത്. അതേപോലെ ഒത്തിരി ആളുകളാണ് ഇതിനകത്ത് കമൻ്റ് ചെയ്തിരിക്കുന്നത്.
വളരെ മോശമായ രൂപത്തിൽ ആ കട മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഇതാക്കിയിരിക്കുന്നത്. ആ ഷോപ്പ് ഞാൻ ബഹിഷ്കരിച്ചു എന്നാണ് റഫീഖ് കുണ്ടൻ ഇതാക്കിയിരിക്കുന്നത്. അവരുടെ സ്വന്തം പോസ്റ്റിൽ നിന്നാണോ വേറെ ഏതെങ്കിലും പോസ്റ്റിൽ നിന്നാണോ അറിയില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 20 സത്താർ എന്ന് പറയുന്ന ഒരാൾ 20 കൊല്ലം നല്ല നിലയിൽ പ്രവർത്തിച്ച ഷോപ്പ് ഇനി ആരും ആ ഷോപ്പുമായി സഹകരിക്കരുത് എന്നാണ് ഹണി റോസിൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ 100 കണക്കിന് പോസ്റ്റുകൾ വളരെ 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 ശക്തമായ രൂപത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരു വളരെ നെഫു എന്ന് പറയുന്ന ആൾ അയച്ചിരിക്കുന്ന പോസ്റ്റ്, കേരളമേ ഇനിയെങ്കിലും മനസ്സിലാക്കൂ, ദ്വയാർത്ഥ പ്രയോഗങ്ങളും തമാശകളും മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം കാര്യമായി എടുത്ത് ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ കണക്കെ പുരുഷന്മാരെ കേസിൽ കൊടുക്കുന്ന ഒരു സ്ത്രീകളെയും അടുപ്പിക്കരുത്, അകറ്റി ദൂരെ മാറ്റി നിർത്തണം. ഉദ്ഘാടനം ചെയ്യുന്ന ഷോപ്പിൽ ആണായി പിന്നെ ആരും പോകരുത്, നാളെ നിന്നെയും തൂക്കിലേറ്റും, അത്രയ്ക്ക് സ്ട്രോങ് ആണ് നിയമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഞാൻ നാളെ നീ, അത് അവിടെ പോയാൽ വല്ല കാരണവശാലും നമ്മുടെ ഹണി റോസ് അവിടെ ഒരു നോട്ടം ഹണി റോസിനെ നോക്കി എന്ന് പറഞ്ഞാൽ, പിണറായി വിജയൻ ഒന്ന് നോക്കിയാൽ മതി കേസെടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ സൗന്ദര്യം കണ്ട് ആളുകൾ ഡ്രസ്സ് കണ്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കേസെടുക്കാൻ കാരണമാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം കേസെടുക്കുമെന്നാണ് ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത്തരം ആളുകൾക്ക് വലിയ തുക നൽകി ഉദ്ഘാടനത്തിനെത്തുന്നതിന് പകരം ആ പൈസ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് ഡിസ്കൗണ്ട് നൽകിയാൽ നല്ല കച്ചവടം, ആളുകൾ പിന്നെയും സാധനങ്ങൾ വാങ്ങാൻ വരികയും ചെയ്യുമെന്ന് പറയാണ്. ഉലക്കാസനത്തിന് വന്നാൽ കേസെടുക്കുമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. അൽ മുലക്കൽ എന്ന് പറയുന്ന ഒരാളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മലയാള സിനിമ ഇൻഡസ്ട്രി ഉപജീവനോപാധിയായി അഭിനയ മികവ് കൊണ്ട് ജനഹൃദയങ്ങൾ ഇടം നേടിയ, എന്നാൽ ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ ഇടയിൽ എളിമയോടെ കേരളത്തിൻ്റെ തനിമ നിലനിർത്തിയ ഒരുപാട് അഭിനയ പ്രതിഭകൾക്ക് അഭിനന്ദനങ്ങൾ. കൂട്ടത്തിൽ ഒന്നുകൂടെ പറയണമല്ലോ, പഴയകാല സിനിമകളിലേതുപോലെ കാനന സുന്ദരിമാർ കാടിറങ്ങി വന്നാൽ വിമർശനങ്ങൾ നേരിട്ടേക്കാം. കാരണം ഇത് നിങ്ങൾക്ക് ഇടങ്ങിയിരിക്കാം, പക്ഷേ ഈ നാടിൻ്റെ സംസ്കാരം യോജിച്ചതല്ല. അതേപോലെ ഒരാൾ പറഞ്ഞു, എൻ്റെ അമ്മോ അന്നേ ദിവസം ഞാൻ ആ പഞ്ചായത്തിൽ പോലും വരില്ല, പിന്നെയല്ലേ കടയുടെ പേര് പറഞ്ഞത് നന്നായി, ഇനി ആ കടയിൽ കയറുകയില്ല എന്നാണ് ബെന്നി മാത്യു പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഒരു നിർണായക പങ്ക് രാഹുൽ ഈശ്വറിനുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എന്നെ കേസിലാണ് അടച്ചോട്ടെ, ഞാൻ നിയമപരമായി പോരാട്ടം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കാം. കൃത്യമായി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഫലപ്രദമാവുകയാണ്. ഞാൻ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് എനിക്ക് സംസാരിച്ചിട്ടുള്ളത്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അവരെക്കുറിച്ച് ഒന്നും മിണ്ടാൻ പാടില്ല, അവരെ നോക്കിയാൽ കേസെടുക്കും, അല്ലെങ്കിൽ അവർ 4-5 മാസം കഴിഞ്ഞ് പരാതി കൊടുത്താൽ കേസെടുക്കും, ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് നടപ്പില്ല. അവരുടെ വസ്ത്രത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞേ പറ്റൂ എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതാ അതിന് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഹണി റോസിന് കൃത്യമായി പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയ പണിയല്ല, 8ന്റെ പണി തന്നെയാണ് എന്ന് പറയാൻ പറ്റും. പോലീസ് പോലും ഹണി റോസിനെ കൈയൊഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.